ഇത് നമ്മുടെ നാഗൂരിലുള്ള റിലയൻസ് മോളാണ്. ഇത് ആക്ച്വലി താഴെ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. കാർ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം കയറി വന്നു കഴിയുമ്പോൾ ഇതുപോലെ ഒരു ലിഫ്റ്റ് ഉള്ളൊരു സെക്ഷനുണ്ട്. ഇതുപോലെ റാമ്പ് ഉള്ളൊരു സെക്ഷനുണ്ട്. ആ റാമ്പിൽ കൂടെ നമ്മൾ കയറി പോവുകയാണ്. റാമ്പിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ കിഡ്സിൻ്റെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഈ റാമ്പ് കയറി മുകളിൽ കയറുമ്പോഴത്തേക്കും നമുക്കവിടെ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ എത്തും. ട്രോളി കൊണ്ടുപോകാനൊക്കെ കുറച്ച് എളുപ്പം ഈ റാമ്പായിരിക്കും. കാർ പാർക്കിംഗ് ഏരിയയ്ക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു. ഇതാണ് അവരുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ആ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ അമേരിക്കൻ മൊജിറ്റോ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് കുറച്ച് മൊജിറ്റോസൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് മൊജിറ്റോ ഉണ്ട്. അവർ നമ്മുടെ മുമ്പ് വെച്ച് തന്നെ ഇതൊക്കെ തന്നെ ഇത് ഉണ്ടാക്കുന്നത്. குடிச்சு ரிலாக்ஸாக இருங்க. ഇത് മോളുടെ എൻട്രി ഏരിയ ആണ്. എൻട്രി കയറി കഴിയുമ്പോഴത്തേനും അവിടെയും കുറച്ച് റൈഡ്സൊക്കെ വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. അതുപോലെ കാർ പാർക്കിങ്ങിനും ഉള്ള സൗകര്യമൊക്കെ അവിടെ തന്നെയുണ്ട്. പിന്നെ റിലയൻസ് ഡിജിറ്റലിൽ ഞാൻ ചുമ്മാ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പുതിയ iPhone 17ഉം 17 എയറും പ്രോ മാക്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പഴയ ഫോൺ ഞാനൊന്ന് എക്സ്ചേഞ്ചിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, iPhone 13. അത് 3 വർഷവും 3 മാസവും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വെറും 19,000 രൂപയാണ് പറഞ്ഞത് എക്സ്ചേഞ്ച് വാല്യൂ. പക്ഷേ 17ഉം 17 എയറും ഒക്കെ അതിൻ്റെ ക്യാമറയും ഡിസ്പ്ലേ ക്വാളിറ്റി എല്ലാം സൂപ്പറാണ്. പ്രോ മോഡലിൻ്റെ പിന്നെ ക്വാളിറ്റിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ ട്രെൻഡ്സും ഡിജിറ്റലും എല്ലാം ഒരേ ഫ്ലോറിലാണ് ഉള്ളത്. പിന്നെ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയായിരുന്നു. സൂപ്പർ മാർക്കറ്റ് അത്യാവശ്യം നല്ല വലുത് തന്നെയായിരുന്നു. എനിക്കൊന്ന് ട്രിവാൻഡ്രത്തുള്ളതിനെക്കാട്ടിയും കുറച്ചുകൂടെ വലുത് തന്നെയാണെന്ന്. പക്ഷേ ഒരു സിംഗിൾ ഫ്ലോറിൽ തന്നെയാണ് എല്ലാ ഐറ്റംസും വെച്ചിരിക്കുന്നത്. അത് ഇതുപോലെ ഡിറ്റർജൻറ്റ്, പിന്നെ പാത്രങ്ങൾ, അതുപോലെ ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, വേറെ കോസ്മെറ്റിക് ഐറ്റംസ്, അതുപോലെ അങ്ങ് എൻഡിലായിട്ട് ഒരുപാട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ വെച്ച് കണ്ടൊരു വെറൈറ്റി ബാഗാണ്.
125 വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ലേഡീസ് ബാഗ് പോലെ ഇരിക്കും. പക്ഷേ അതിനകത്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ശരിക്കും ആ ബാഗിൻ്റെ പർപ്പസ്.